സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബെൽജിയം മെല്ലോയ്സിന്റെ കളക്ഷൻ. പല കളേഴ്സിൽ പല സൈസിൽ ഗംഭീര ആറ്റിറ്റ്യൂഡുള്ള ട്രെയിൻഡ് പപ്പീസും ട്രെയിൻഡ് അല്ലാത്ത പപ്പീസും ക്വാളിറ്റിയുള്ള പപ്പീസും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ട സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് കെന്നലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബെൽജിയം മെല്ലോയിന്റെ പല ബിച്ചസ് പല നാട്ടിൽ പോയിട്ട് പല സൈസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇമാതിരി ഒരു സാധനം പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം ഇപ്പം നമുക്ക് ഭയങ്കര രസമായിട്ട് പാവമായിട്ട് സമാധാനപരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന പപ്പിയുടെ മൂടൊക്കെ ടോട്ടലി മാറും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഓക്കെ ഉണ്ടോ? ഈ ഡ്രൈവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ടോയോ അല്ലെങ്കിൽ ബോളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവിനാണ് കേട്ടോ. നിങ്ങളിപ്പോൾ 5 പപ്പീനെ കണ്ടിട്ടുണ്ട്. 5 പപ്പീസും ഫീമെയിൽ പപ്പീസാണ്. ഇവിടെ ബ്രീഡിംഗ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് അവർ തന്നെ ഹോൾഡ് ചെയ്ത പപ്പീസാണ്. പിന്നെ വെസ്റ്റ് ബംഗാൾ, AP, പിന്നെ തെലുങ്കാന, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലേക്ക് പോലീസ് ഫോഴ്സിലേക്കും മിലിറ്ററി ഫോഴ്സിലേക്കും പപ്പീസ് പോകുന്നത് ഇവിടെ നിന്നാണ്. അവർ ഡോഗിനെ ട്രെയിൻ ചെയ്യാനും ഡെമോ ക്ലാസ് ഒക്കെ എടുക്കാൻ വരുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഡ്രൈവുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പപ്പീസ് നോക്കുന്ന ആളുകൾക്ക് ഹൈബ്രൂക്സ് നല്ലൊരു ഓപ്ഷനാണ്. ബെൽജിയം മെല്നോയ്സിൻ്റെ പല കളേഴ്സ് അത്യാവശ്യം നല്ല സൈസുള്ള നമുക്ക് വേണ്ട ടൈപ്പ് പപ്പീസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. हमारा आईब्रो कैनल से आईब्रो कैनल में इसका नाम है मोनी. ये विथ ओबीडियंट और असाल्ट और गार्डिंग के लिए रेडी किया हुआ डॉग है. अभी इसका 2.5 ईयर्स हो गया. कोई भी एक घर पे एक डॉग को पालने के लिए, एक पप्पी को पालने के लिए आपको क्या क्या ज़रूरत पड़ता है, जो बेसिक ओबीडियंस है उसमें आपको विथ ट्रेंड किया हुआ, विथ बेसिक ओबीडियंस किया हुआ बेल्जियम मेलनोइस, डच शेफर्ड, DDR पपीज़ ये सब मिल सकता है आपको. वो बेसिक ओबीडियंस मतलब क्या क्या है उसमें कमांड ऐड होता है. सिट, स्टैंड, डाउन, वेट, कम हियर, पोटी ट्रेनिंग. जो भी डॉग आपका घर का अंदर ही हर चीज़ गंदा कर रहा है, ये सब चीज़ आपको ट्रेन करके हम दे देंगे. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും കിടിലൻ ഫീമെയിൽ ഇവളാണ് കേട്ടോ. 3 വയസ്സാണ് ഇവൾക്ക് പ്രായമുള്ളത്. ഇവളെ കാണിക്കുന്ന സമയത്ത് ഇവളുടെ കളറ്, ഇവളുടെ ആറ്റിറ്റ്യൂഡ്, ഇവളുടെ മസിൽസ്, ഇവളുടെ ക്യാരക്ടർ കിഡിലായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോഗിനെ കണ്ടിട്ട് നമുക്കൊരു ബിച്ചെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലേക്ക് ഒരു മെയിൽ കണക്കിരിക്കും. അമ്മ അതൊരു കിഡിലും ബിച്ചോ എടുത്ത് വീട്ടിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. അമ്മ അതൊരു ആറ്റിറ്റ്യൂഡുള്ള ഗംഭീരമായിട്ടുള്ളൊരു ബിച്ച്. ഹൈറ്റ് കൊണ്ടും സൈസ് കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും ക്യാരക്ടർ കൊണ്ടും ഇൻ്റലിജൻസ് കൊണ്ടും കിഡിലായിട്ടുള്ളൊരു ബിച്ച്. അമ്മ അതൊരു ഹെവി ലെവലിൽ ഇവർ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. मेरा नाम है मधु गौड़ा. मैं एक CRPF हूँ. 16 ईयर्स में CRPF में काम किया. उसके बाद CRPF में जो डॉग ब्रीडिंग एंड ट्रेनिंग स्कूल है वहाँ पर 8 साल रहा मैं. 8 साल में लगभग उसमें ब्रीडिंग का मास्टर ब्रीडर कोर्स किया. उसके बाद ऑल इंडिया पुलिस ड्यूटी मीट में अभी मैं 5 साल वो टीम में जो ड्यूटी किया मैं. जो हमारा आईब्रो कैनल में है आज का डेट में 35 फीमेल्स है. वो भी सभी वर्किंग लाइन अलग अलग ऑल इंडिया का सबसे अलग अलग लाइनेज का कलेक्शन किया हुआ. और 7 मेल्स है. 7 मेल्स अभी भी 2 इम्पोर्टेड है मेल है बेल्जियम मेलनोइस का. और हमारे पास अभी प्रेजेंट लगभग 40 पपीज़ अवेलेबल है. ഇതാണ് ഇവിടുത്തെ ജാസ്പർ. റെഡ് എന്ന് പറഞ്ഞാൽ പക്ക റെഡ് ഡൗൺ. എന്താ രസം നോക്കിയ കളറ്. ശരിക്കും ഒരു വെയിലത്ത് ഇവനെ കാണിക്കണമായിരുന്നു കേട്ടോ. അമ്മാതിരി കിൻഡൽ രസമുള്ളൊരു മെയിൽ കേട്ടോ. നല്ല ഭംഗിയുള്ള കളറ്. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. നല്ല ബോഡി ലെങ്ത് ഉള്ളൊരു മെയിൽ. ഇങ്ങനെ കുറേ വെറൈറ്റി സ്റ്റോക്കുകൾ ഇവരെ കയ്യിലുണ്ട് കേട്ടോ. ശരിക്കും ഒരു കാട്ടിൽ നിന്നൊരു ചെന്നായി ഇറങ്ങി വന്ന പോലെ അല്ലേ. മോസ എന്നാണ് പേര്. നെതർലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഡോഗാണ്. ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളാണ്. ആ ഒരു ഇടത്തെ ചെവിൻ്റെ മിഡ് പോർഷനിൽ വെച്ചാൽ അവിടെ ഒരു ഇത് വന്നിട്ട് ഒരു ചെറിയ സർജറിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ ആ ഒരു ഇയർ മാത്രം കറക്റ്റ് സ്ട്രൈറ്റ് ആവുന്നില്ല. പക്ഷേ പപ്പീസിന് ആ പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. സൈസ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ കണ്ട മെയിലിനേക്കാൾ ഒന്നുകൂടി സൈസ്, ഒന്നുകൂടെ ബോഡി ലെങ്ത്, അങ്ങനത്തെ ഡോഗ് കേട്ടോ. ചില സമയത്ത് ഇവൻ അഗ്രസീവ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ തൊട്ടടുത്ത് നിന്നിട്ട് പ്രസന്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ ഇവൻ്റെതായ ഇഷ്ടമുണ്ട്. അമ്മാതിരി ട്രെയിനിങ് ഇവർ ചെയ്ത് വെച്ചേക്കുന്ന ഡോഗാണ്. കിഡിലൻ ഡോഗ്, ഒന്നും പറയാനില്ല. ഒരു കാട്ടു കരിമ്പൻ ഡോഗിനെ നോക്കുന്ന ആളുകൾക്ക്, ഒരു സൈസുള്ളൊരു ഗംഭീര ഡോഗിനെ നോക്കുന്ന ആളുകൾക്ക് ഇവൻ്റെ ഒരു പപ്പി എടുത്തോ. കിഡിലായിട്ട് പപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെയിലും കൂടിയാണ് കേട്ടോ മോസ. അപ്പോൾ എന്തായാലും പല കളേഴ്സിലുള്ള ബെൽജിയം മെല്ലിനെ നിങ്ങൾ കാണുന്നില്ലേ. ഡ്യൂറോണ്, ഫോൺ ആൻഡ് ബ്ലാക്ക്, പ്യുവർ ഫോൺ, കൂടുതൽ മെജോറിറ്റി കയറി നിൽക്കുന്ന എല്ലാ ടൈപ്പ് ഫീമെയിൽസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ബെൽജിയം മെല്ലോൻ്റെ പപ്പി നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പപ്പി ഇവിടെ വന്നിട്ട് എടുക്കാൻ ശ്രമിക്കുക. പറ്റുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവർക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരു പപ്പി ഡെലിവറി ചെയ്യും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ പപ്പി എത്തിച്ചേരും. തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പപ്പി എത്തിച്ചേരും. അത്രയ്ക്ക് ടോപ്പ് പപ്പീസ് ആട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തോ. അവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, അവിടെ കിട്ടും. ഓക്കെ.